ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 168. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. റൂബിയോ, ആഗസ്റ്റ് 15, 1994. മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. 524. ആഹ്ലാദത്തിൻ്റെ തിരുനാൾ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾ എന്നെപ്പറ്റി പറുദീസായിലെ മഹത്വത്തിലേക്ക് എടുത്തുക്കപ്പെട്ട എൻ്റെ മഹിമയുടെ ശരീരത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുക. എന്നിൽ പരമപരിശുദ്ധമായ ദൈവിക ത്രിത്വം അവിടെ പ്രഭാവവും ഉന്നതമായ മഹിമയും പ്രതിഫലിപ്പിക്കുന്നു. സ്വർഗാരൂപികളെല്ലാം അവരുടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടവളുടെ അത്യന്തം ബഹുമാനത്തോടെ കുമ്പിട്ടു അത്യാഹ്ലാദ പുരസ്കരം ഗാനങ്ങൾ ഉതിർത്ത് ഈ ദിനം ആഘോഷിക്കുന്നു. പുണ്യവാന്മാരുടെ സംഘങ്ങൾ എൻ്റെ മഹത്വീകൃതമായ ശരീരം എൻ്റെ പുത്രൻ്റെ പാർശ്വത്തിൽ ദർശിക്കുകയും ഇപ്പോൾ നിങ്ങളുടെ സ്വർഗീയ അമ്മയ്ക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വരം ഒരിക്കൽ അവർക്കും ലഭ്യമാകും. ഇന്ന് മണ്ണിനോട് ചേർന്ന് കഴിയുന്ന അവരുടെ ശരീരവും ഇതേ വിധത്തിൽ മഹത്വത്തിൻ്റെ ഭാഗ്യമണിയും എന്നുള്ള ചിന്തയാൽ പുളകമണിയുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥനയോടും വേദനയോടും സഹനത്തോടും മല്ലിട്ട് കഴിയുന്ന എല്ലാ ആത്മാക്കളുടെ മേലും പ്രത്യേകമായ ആശ്വാസം പറന്നിറങ്ങുന്നു. എൻ്റെ മഹിമയുള്ള ശരീരം ദർശിക്കുമ്പോൾ അവരുടെ ശുദ്ധീകരണം ത്വരിതപ്പെടുകയും പരിശുദ്ധ പറുദീസയിലെ പ്രഭാവലയത്തിൽ എന്നോട് ചേരുവാനുള്ള അവരുടെ അഭിലാഷത്തിന് ആക്കം കൂടുകയും ചെയ്യുന്നു. സഭയ്ക്ക് മുഴുവൻ എൻ്റെ സ്വർഗാരോഹണം ആശ്വാസവും സുസ്ഥിരമായ പ്രത്യാശയും നൽകുന്നു. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ സഹനത്തിൻ്റെ ഭാരമേറിയ ഭാണ്ഡവുമായി മുറിവേറ്റ് തീർത്ഥാടനം നടത്തുന്ന സഭ ഇന്ന് എന്നെപ്പറ്റി ധ്യാനിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും തീഷ്ണതയോടെ എന്നെ വിളിക്കുകയും ചെയ്യുന്നത് സ്വർഗീയ പിതൃഭൂമിയിലേക്കുള്ള യാത്ര എൻ്റെ മാതൃസാന്നിധ്യം കൊണ്ടും ആശങ്കയില്ലാതെ നടത്താൻ സഹായിക്കുന്നതാണ്. എന്നാൽ എല്ലാറ്റിനുമുപരിയായി അത് നിങ്ങൾ അതിരറ്റ സന്തോഷം പ്രദാനം ചെയ്യുന്നു. ശുദ്ധീകരണത്തിൻ്റെയും മഹാദുരന്തത്തിൻ്റെയും അവസാന നാളുകളിൽ ജീവിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്നേഹത്തിൻ്റെയും ആത്മീയ ജീവൻ്റെയും ദാരിദ്ര്യത്തിലാണ് ലോകം ഒരു മരുഭൂമിയായി തീർന്നിട്ടുള്ളത്. എല്ലാ വാർത്താവിനിമയ മാധ്യമങ്ങളിൽ കൂടിയും അശുദ്ധത എല്ലായിടത്തും പരക്കപ്പെടുന്നു. അതിൻ്റെ അവിശുദ്ധ പ്രചാരണത്തിനും അധർമ്മത്തിനും സാൻമാർഗിക ച്യുതിക്കും കാരണമാകുന്നു. അരൂപിയുടെ കാരണമായ മനുഷ്യ ശരീരം വിലയില്ലാതായി അപമതിക്കപ്പെടുന്നു. പാപം മനുഷ്യനെ വേറൊരു കൂടുതൽ കഠിനമായ അടിമത്തത്തിലേക്ക് താഴ്ത്തുന്നു. നിങ്ങളുടെ സ്വർഗീയ അമ്മ കൈക്ക് പിടിച്ച് പ്രകാശമാനവും മനോഹരവും ശുദ്ധവും പരിപാവനവുമായ വീഥികളിലൂടെ നയിച്ച് പറുദീസയിലെത്തിക്കുന്നു. ഇന്ന് എൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ആത്മാവും ശരീരവുമായി സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ തിരുനാൾ ആണ്. അത് വെളിച്ചത്തിൻ്റെയും വരപ്രസാദത്തിൻ്റെയും കാന്തിയുടെയും നൈർമല്യത്തിൻ്റെയും ജീവൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും സുദിനമാണ്. ഇന്ന് സ്വർഗത്തിൽ ഉത്സവമാണ്. ഇന്ന് സ്വർഗത്തിലെ മാലാഖമാരും പുണ്യവാന്മാരും ആഹ്ലാദിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് വെണ്മയാക്കപ്പെടുന്നവർ ആഹ്ലാദിക്കുന്നു. ഭൂമിയിലെ സഭ എന്നെ ആശ്വാസത്തിൻ്റെയും ഗാഢമായ പ്രതീക്ഷയുടെയും അടയാളമായി കണ്ട് ആഹ്ലാദിക്കുന്നു. എൻ്റെ ദരിദ്രരായ, രോഗികളായ, ക്ഷതമേറ്റവരായ, ഇടയരില്ലാത്ത, നിരാശരായ മക്കളും ആഹ്ലാദിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ ഉത്സവമാണ്. എൻ്റെ മക്കൾ, ഈ അന്ത്യവിനാഴികയിൽ എല്ലാറ്റിനുമുപരിയായി ദുരന്തങ്ങൾക്കിടയായ നിങ്ങൾ ആഹ്ലാദിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശയ്ക്കായി ഒരുക്കണം. സൂര്യനെ ഒടിയാടിയാക്കിയ സ്ത്രീ അവളുടെ അന്തിമ വിജയം വരിക്കുവാനുള്ള സമയം എത്തിയിരിക്കുന്നു. അവളുടെ വിമല ഹൃദയം ലോകത്തിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി നാട്ടും. മിലാൻ, ആഗസ്റ്റ് 28, 1994. തെക്കേ അമേരിക്കയിലേക്കും മധ്യ അമേരിക്കയിലേക്കുമുള്ള യാത്രയുടെ തലേദിവസം
525 ജാഗരൂകരായ കാവൽക്കാർ. കുഞ്ഞുമകനെ, ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിക്കട്ടെ. അപ്പോൾ നീ എല്ലായിടത്തും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വരങ്ങളോടും കരുണയോടുമുള്ള അത്ഭുതങ്ങൾ കാണും. നീ ഇപ്പോൾ കാനഡ, ഐക്യനാടുകൾ, മെക്സിക്കോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നിവിടങ്ങളിലേക്കുള്ള എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെയും വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പിലാണല്ലോ. ഇതാ, സുദീർഘവും മടുപ്പിക്കുന്നതുമായ ഒരു യാത്രയെപ്പറ്റി നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ പുതിയ സഞ്ചാര പദ്ധതിയെല്ലാം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദൂതന്മാരെ ഏൽപ്പിക്കുക. അവർ നിന്നെ അവരുടെ ചിറകുകളിൽ കൊണ്ടുപോയിക്കൊള്ളും. നിന്റെ പാദങ്ങൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങളിൽ, തടസ്സങ്ങളിൽ കല്ലിൽ തട്ടാതെ അവർ സൂക്ഷിച്ചുകൊള്ളും. ആ നിങ്ങളുടെ നാളുകളിൽ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരുടെയും രക്ഷയുടെ നല്ല വാർത്തയുടെയും ദൈവിക കാരുണ്യത്തിൻ്റെ വിജയം പ്രചരിപ്പിക്കുന്നവരുടെയും പാദങ്ങൾ എത്ര മനോഹരമാണ്. നിങ്ങളെല്ലാം ഇതുപോലുള്ള സമാധാന സന്ദേശവാഹകരാകണം. നിങ്ങൾ ഇന്ന് ഉറച്ച വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും മലമുകളിലെ ജാഗരൂകരായ കാവൽക്കാരായിരിക്കണം. നിങ്ങൾ ജാഗരൂകരായ കാവൽക്കാരായിരിക്കേണ്ടത് വിദ്വേഷ അവിശ്വാസത്തിൻ്റെയും അന്ധകാരപൂരിതമായ സമയത്താണ്. അങ്ങനെ നിങ്ങൾ സുവിശേഷത്തിൻ്റെ തീക്ഷ്ണനായി എരിയുന്ന പ്രകാശം നിങ്ങൾക്ക് ചുറ്റും പരത്തണം. എല്ലാവർക്കും നിങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യും എന്നും സത്യത്തെ നിലനിൽക്കുവാൻ ഏതു പാതയിലൂടെ നടക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. ലോകം മുഴുവൻ നിങ്ങളുടെ പ്രസ്ഥാനത്തെ ആശയോടെ കാത്തിരിക്കുന്നു. ഈ രണ്ടാമത്തെ സുവിശേഷവൽക്കരണത്തിൻ്റെ അപ്പസ്തോലന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമായ യേശുക്രിസ്തു മാത്രമാണ് ഏകനാഥനെന്നും അവിടുത്തെ തൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സിൽ ഇപ്പോൾ തിരികെ വരാനായിരിക്കുന്നു എന്നും എല്ലാ ജനതകളോടും പ്രസംഗിക്കുവിൻ. നിങ്ങൾ ജാഗരൂകരായ കാവൽക്കാരായിരിക്കേണ്ടത് സാത്താനും ദുഷ്ടാരൂപികളും വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയത്തായിരിക്കണം. മനുഷ്യരും അവരുടെ കൈവശമാണ്. ലോകം തിന്മയുടെ ശക്തികളുടെ കൈകളിലാണ്. അതുകൊണ്ട് ആത്മാവിനെ പാപത്തിന് അടിമകളാക്കി നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഏക ഉത്ഭവസ്ഥാനമായ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഭാരം പേറി നടക്കുകയാണ്. അങ്ങനെ നിരാശ പരത്തുന്ന വ്യക്തികളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അക്രമവും വിദ്വേഷവും സുപ്രധാന പങ്കുവഹിക്കുന്നു. അതിൻ്റെ ഫലമായി നിങ്ങൾ ഒരു ചക്കിലെന്നതുപോലെ വിപ്ലവത്താലും യുദ്ധങ്ങളാലും അത്യധികം ഞെരുക്കപ്പെടുന്നു. നിങ്ങൾ ദുരന്തത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ വിശുദ്ധീകരണത്തിൻ്റെ വർഷങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതേപ്പറ്റി പല വിധത്തിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ജാഗരൂകരായ കാവൽക്കാരായിരിക്കുവിൻ. സമാധാനത്തിൻ്റെയും ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിലേക്ക് തിരികെ പോകേണ്ട വഴി നിങ്ങൾ വരച്ചു കാണിക്കേണ്ടവരാണ്. അതിനാൽ നിങ്ങൾ പാപത്തിൻ്റെ നുകത്തിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കി എപ്പോഴും ദൈവത്തിൻ്റെ പ്രസാദപരത്തിലും അവിടുത്തോട് സഹവസിച്ചും നിങ്ങളുടെ ചുറ്റുമുള്ള ലൗകിക തൃഷ്ണയിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജ്ഞാനസ്നാന വ്രതത്തോട് വിശ്വസ്തരായിരിക്കും. നിങ്ങൾ മുഖാന്തരം നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രകാശത്തിലേക്ക് തിരികെ വരിക. നിങ്ങൾ ജാഗരൂകരായ കാവൽക്കാരായിരിക്കുവിൻ. നിങ്ങളാണ് കർത്താവിൻ്റെ മഹനീയ ദിനം ആസന്നമായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടവർ. ഈ പ്രഖ്യാപനം എല്ലാവരോടും നടത്തുക. അവർ പ്രത്യാശയ്ക്കായി തങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നിങ്ങളുടെ കാലത്ത് തന്നെ നടക്കുവാനും ദൈവിക കരുണയുടെ സ്വർഗീയ മധുരം അല്ലെങ്കിൽ തുഷാരം സ്വീകരിക്കുവാനും എല്ലാവർക്കും ഇടയാകട്ടെ. അത് ലോകത്തെ മുഴുവൻ ഒഴുക്കപ്പെടുക സമയമായിരിക്കുന്നു. നിങ്ങൾ യേശുനാഥ തിരികെ വന്നാലും എന്ന് അന്തരാത്മാവിൽ കേഴുക. അപ്പോൾ നിങ്ങളുടെ ജീവിതകാലത്ത് നടമാടുന്ന വിവരണാതീതമായ കഷ്ടപ്പാടുകൾക്കിടയിലും ഈ സന്ദേശത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആഹ്ലാദം സ്വീകരിക്കുന്നതിനും ഈ അവാച്യമായ അനുഭവത്തിന് കാത്തിരിക്കുന്നതിനും നിങ്ങളുടെ ആത്മാക്കളെ തയ്യാറാക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പരിശുദ്ധ അമ്മയുടെ ഉത്ഥാനം. അമ്മയുടെ സ്വർഗാരോഹണത്തിനെക്കുറിച്ച് പറയുന്നു. അവിടെ പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
അമ്മയുടെ സ്വർഗാരോഹണം നമുക്ക് ഒരു പ്രതീക്ഷയുടെ വലിയ ദീപനാളമാണ്. കാരണം നമ്മുടെ ശരീരവും നശ്വരമായ ഈ ശരീരവും ഒരിക്കൽ ഉയർക്കും എന്നുള്ള വലിയ പ്രതീക്ഷയ്ക്ക് അമ്മ ഒരു ഉദാഹരണമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും ശുദ്ധിയിലും കാത്തു സംരക്ഷിക്കുന്നതിന് നമ്മൾ എത്രമാത്രം തീഷ്ണതയുള്ളവരായിരിക്കണമെന്ന് അമ്മ പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൽ അമ്മ പറയുന്നത് ജാഗരൂകരായ കാവൽക്കാരായിരിക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും വിശുദ്ധിയുടെ കാവൽക്കാരായിരിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ കാവൽക്കാരായിരിക്കണം. എൻ്റെ ജനത്തിൻ്റെ സംശോധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളായി നിങ്ങളായിരിക്കണം. വാള് വരുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നവരായി നിങ്ങളായിരിക്കണം. അതാ വാൾ വരുന്നു, കർത്താവിൻ്റെ ദിനം ആഗമനമായിരിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഈ പ്രത്യേക സൈന്യത്തെ അമ്മ സജ്ജീകരിക്കുന്നത്. അതിനാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമ വളരെ വലുതാണ്. ആ കടമ ഏറ്റെടുത്തുകൊണ്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുന്നതിൻ്റെയും എളിമയുടെയും ചെറുമയുടെയും എല്ലാ മാർഗത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സൈന്യത്തിൻ്റെ ഘടകമായി നമുക്ക് മാറാം. ആ യുദ്ധത്തിലെ ആയുധം പരിശുദ്ധ ദൈവവചനമാണ്. ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരായുധം ജപമാലയാണ്. ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു കവചം എന്ന് പറയുന്നത് പ്രായശ്ചിത്ത പ്രവർത്തികളാണ്. അതെല്ലാം ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചെന്ന വഴിയിലൂടെ ഈശോയുടെ 2-ാമത്തെ വരവിനായി അനുദിനം ഒരുങ്ങുന്നവരായി നമുക്ക് തീരാം. അനുരഞ്ജന കൂദാശയിലൂടെ എല്ലാ ദിവസവും സ്വയം ശുദ്ധീകരിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടും അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടും നമുക്ക് വിശ്വസ്തരായ അമ്മയുടെ അനുവർത്തകരും അമ്മയുടെ സൈന്യത്തിലെ അംഗങ്ങളുമായി തീരാം. ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.